ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോൾട്ടർ നെക്ക് ബാക്ക് ടൈഡ് മാക്സി ഡ്രസ്സാണ്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 3 മീറ്റർ ക്ലോത്താണ്, കോട്ടൺ മെറ്റീരിയലാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ക്ലോത്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്തു. എഗെയിൻ അതൊന്നും കൂടെ ഫോൾഡ് ചെയ്തു. അങ്ങനെ 4ആക്കി മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 6.5 ഇഞ്ചാണ് ഷോൾഡറിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് താഴോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെസ്റ്റിനായിട്ട് സെൻറ്ററിൽ നിന്ന് എഗെയിൻ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പ് പോർഷൻ ലെങ്ത്തായിട്ട് 12.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഡാർട്ടിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗെയിൻ ഒരു 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർട്ടിന് വേണ്ടിയിട്ടാണ് 2 ഇഞ്ചാണ് നമ്മൾ 2 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് ഇടുന്നത്. വേസ്റ്റിന് വേണ്ടി ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡാർട്ടൊന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അതിന് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എഗെയിൻ നമുക്ക് ആക്ച്വൽ ഷോൾഡറും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് ഷോൾഡറിനുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കൊന്ന് വരച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഡബിൾ ലെയർഡായിട്ടാട്ടോ നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതേപോലെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ കുഞ്ഞു കട്ട്സും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, മറിച്ചിട ഈസിക്ക് വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 2 ലെയറാണ് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. 2 ലെയറും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേ ആദ്യം ഒരു ലെയറിൽ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അപ്പുറം മറിച്ചിടാം. ഈ അടുത്ത ലെയറിൽ ഇത് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഡാർട്ട് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം കൂടെ എല്ലാ തയ്യലിൻ്റെ എല്ലാം ഉള്ളിൽ വരുന്ന രീതിക്കാണ് നമ്മൾ മറച്ചിടുന്നത്. നമുക്ക് ഡാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ ഇതേ നമ്മൾ മറച്ചിട്ടു. ഇനി ഇത് നെക്കും അതിൽ ആം ഹോളിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്യാം. 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം തന്നെ 2ആക്കി മടക്കി വെച്ചിട്ട് അങ്ങനെ 4ആക്കി മടക്കി വെച്ചിട്ടുള്ളത്. ഒരെണ്ണം 2ആക്കി മടക്കി വെച്ചു, ഒരെണ്ണം 2ആക്കി, അങ്ങനെ 4ആക്കി മടക്കി വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സെൻറ്ററിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ്, ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 10 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ബാക്ക് പോർഷന് മാർക്ക് ചെയ്ത്, അതും ബാക്ക് പോർഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താട്ടോ അത് 2ആക്കി കട്ട് ചെയ്യുന്നത്. പിന്നെ താഴോട്ട് ലെങ്ത്തായിട്ട് ഒരു 31 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡൗൺ വിഡ്ത്തായിട്ട് ഒരു 20 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 20 ഇഞ്ചസാണ് സെൻറ്ററിൽ നിന്ന് ഡൗൺ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ എഡ്ജിൽ ഒരു 1 ഇഞ്ച് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കേർവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീഡിയോയിൽ അതേ കാണുന്ന പോലെ തന്നെ ഒന്ന് കേർവായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു താഴെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഇത് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് മുതൽ താഴത്തോട്ട് ഇതേ ഡൗൺ വിഡ്ത്ത് എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഒരു വരച്ച് കൊടുക്കുന്നുണ്ട്. എഗെയിൻ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് താഴോട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. താഴെ നമ്മളൊരു 1 ഇഞ്ചോളം തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് സൈഡ്സ് കട്ട് ചെയ്യാം. ഞാൻ ആദ്യം 10 ഇഞ്ച് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, സൈഡ് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് എഗെയിൻ നമ്മൾ ആ ഒരു പോർഷൻ എടുത്ത് മാറ്റുന്നു. ഏറ്റവും താഴത്തെ പോർഷൻ എടുത്ത് മാറ്റുന്നു. ഏറ്റവും ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്തത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് അതും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ 7 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത് സെൻറ്ററിൽ നിന്ന് കേട്ടോ. അതേപോലെ ബാക്ക് പോർഷനിൽ 10 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ ബാക്കിൽ കുറച്ചുകൂടെ കൂടുതൽ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടൈ വെച്ച് കൊടുക്കാം. അതിനായിട്ട് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു 2 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വിഡ്ത്താട്ടോ അതിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എഡ്ജൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം മൊത്തം ആ ഒരു എഡ്ജസ് ഉള്ളിലോട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാനായിട്ട് സൈഡ് മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് മെഷർ ചെയ്തിട്ടെടുത്തു. എന്നിട്ട് ഇനി 4 നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് ബാക്കിലും. അപ്പോൾ അതേ 4 മടക്കി വെച്ചൊരു ക്ലോത്തിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക, താഴെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. എന്നിട്ട് 6 മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 3 സൈഡിലും എല്ലാ സൈഡിലും നമുക്ക് തയ്യൽ തുമ്പ് ഭയങ്കര നിർബന്ധം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. മുകളിലും വിട്ടു, തയ്യൽ തുമ്പ് ഇട്ടു. ഇനി സൈഡിലും കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഇനി ബാക്ക് പോർഷൻ ടോട്ടൽ ഞാൻ 14 14 പകുതി 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 14 പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം എനിക്കിതിൽ മൊത്തം ഇങ്ങനെ വേണ്ട. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു പോർഷൻ അവിടെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് 3 ഇഞ്ചാണ് സെൻറ്ററിൽ വേണ്ടത്. കാരണം അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ചെയ്തിട്ടെടുക്കുന്നത്. ഒരു 3 ഇഞ്ച് മതി. അപ്പോൾ എന്നിട്ട് 2 കോർണറിന്നും ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനത്തെ ഒരു പോർഷനാട്ടോ, ഒരു ഡയമണ്ട് ഷേപ്പുള്ള എങ്ങനെ പറയുക, ഇങ്ങനത്തെ ഒരു ഷേപ്പ്, അങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ 3 സൈഡും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് മറച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ഒന്ന് മറച്ചിടാൻ വേണ്ടിയിട്ട് 2 സൈഡത്തെയും ആവശ്യമില്ലാത്ത പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതൊന്ന് മറച്ചിടാം. ഇനി ഇതിൻ്റെ എഡ്ജ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ കൂടെ ആദ്യം ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ നല്ല പോർഷനും ബോട്ടത്തിൻ്റെ നല്ല പോർഷനും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ബാക്ക് പോർഷൻ ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. വേണമെങ്കിൽ ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്യാൻ ഞാനിവിടെ ഒറ്റ ഫോൾഡ് ചെയ്യുന്നുള്ളൂ. ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ചിന് ഇലാസ്റ്റിക് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടം പോർഷൻ്റെ 2 സൈഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിച്ച് പിടിച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും വീഡിയോയിൽ കാണുന്ന പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി താഴെവശം അടിവശം നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഏകദേശം 1 ഇഞ്ചോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് മൊത്തം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. ഇങ്ങനെ കേർവി ആയിട്ടുള്ള പോർഷൻസൊക്കെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. ഇനി ബാക്ക് പോർഷനിൽ നമ്മളൊരു 3 ബട്ടൺസും ലൂപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പോർഷൻ ബട്ടണൊക്കെ വെച്ച് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.